11th question. The contrapositive of the statement, if the number is not divisible by 3, then it's not divisible by 15 is. So, contrapositive കാണാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ, if for example, condition if P then Q എന്നാണെങ്കിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് എങ്ങനെ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ if Q, if not Q, then not P എന്നാണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇഫ് കണ്ടീഷൻ എങ്ങനെയാണ്? ഇഫ് നമ്പർ നോട്ട് ഡിവിസിബിൾ ബൈ 3, അതാണ് നമ്മുടെ പി ആയിട്ട് വരാം. ദെൻ ഇറ്റ് ഈസ് നോട്ട് divisible by 15, അതാണ് നമ്മുടെ ക്യൂ. അപ്പോൾ ഇതിനെ റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് നോട്ട് പകരം സാധാ എഴുതുക. സോ നമ്മുടെ ആൻസർ ഇഫ് ക്യൂ, ഇഫ് ക്യൂ എന്ന് പറയും, ഇഫ് നോട്ട് ക്യൂ എന്ന് പറയുമ്പോൾ ഇഫ് ദി നമ്പർ ഈസ് divisible by 15, then it is divisible by 3. Hence option D ആണ് നമ്മുടെ ആൻസർ. 12th question എന്ന് പറയുന്നത്, let A be an invertible matrix of size 4x4 with complex entries. If the determinant of adjoint of A is 5, then the number of possible value of determinant of A is. അതാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 5 ആണ്. നമുക്കിവിടെ എന്താ വന്നത്? എ എന്ന് പറയുന്നത് ഇൻവേർട്ടബിൾ മെട്രിക്സ് ആണ്, ആൻഡ് ഓൾസോ സൈസ് 4x4 ആണ്, വിച്ച് മീൻസ് n/n ആണ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 5 ആണെന്ന് തന്നിട്ടുണ്ട്, ആൻഡ് ഓൾസോ സൈസ് എ ഇൻവേർട്ടബിൾ മെട്രിക്സും സൈസ് n/n ഫോമിലാണുള്ളത്. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ പവർ n-1 ആണ്. എങ്ങനെയാണെങ്കിൽ എ ഒരു ഇൻവേർട്ടബിൾ മെട്രിക്സ് ആയിരിക്കണം, n/n² മെട്രിക്സ് ആയിരിക്കണം. സോ നമ്മുടെ ഇവിടെ രണ്ടും കണ്ടീഷൻസും ട്രൂ ആണ്. സോ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻ്റ് ഓഫ് എനെ ഡിറ്റർമിനൻറ്റ് ഓഫ് എ റേസ് ടു n-1 എന്ന് എഴുതാം. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ 4 ആണ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ റേസ് ടു 4-1 വിച്ച് ഇസ് ഈക്വൽ ടു 3. ഡിറ്റർമിനൻറ്റ് ഓഫ് എ റേസ് ടു 3 ഈക്വൽ ടു 5 ആണ്. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് എ can have 3 values since it is a cubic equation. Thirteenth question, the determinant of the matrix 1, 4, 8, 1, 9, 27, 1, 16, 64 is. So നമ്മുടെ മെട്രിക്സ് എങ്ങനെയാണ്? 1, 4, 8, 1, 9, 27, 1, 16, 64 ആണ് നമ്മുടെ മെട്രിക്സ്. ഇതെന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആണ്. സോ 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് യൂസ് ആക്കാം. ഷോർട്ട് കട്ട് മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ A1, B1, C1, A2, B2, C2, A3, B3, C3 എന്ന് ഇതിനെ ഡിനോട്ട് ചെയ്യാം. A1, B1, C1, A2, B2, C2, A3, B3, C3 എന്നതിനെ ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒന്നും കൂടി A1ഉം B1ഉം പുറത്തെഴുതാം, A2, B2 എഴുതാം, A3, B3 എഴുതാം. ദാറ്റ് ഈസ് നമ്മൾ ഡിറ്റർമിനൻറ്റ് ഓഫ് n/n മെട്രിക്സ് എഴുതുമ്പോൾ
ഫസ്റ്റ് നമ്മൾ മെട്രിക്സ് ഒന്നുകൂടി റീറൈറ്റ് ചെയ്യും. അതിൻ്റെ ഫസ്റ്റ് 2 കോളംസ് മാത്രം ഒന്നും കൂടി റൈറ്റ് ഹാൻഡ് സൈഡിൽ പുറത്തൊന്നും കൂടി എഴുതും. ഇവിടെ ഫസ്റ്റ് 2 റോസ് പറയുന്നത് A1 B1 A2 B2 A3 B3 ആണ്. അത് എഴുതും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് സബ്ട്രാക്ഷൻ ബിറ്റ്വീൻ അഡീഷൻ ഓഫ് പ്രൊഡക്ട്സ് ഫ്രം ഓൾ ഡൗൺ റൈറ്റ് വേർഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡൗൺ ലെഫ്റ്റ് വേർഡ് മൾട്ടിപ്ലിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? C1 B1 A3 ഒരു ഗ്രൂപ്പാക്കാം, A1 C2 B3 ഒരു ഗ്രൂപ്പാക്കാം, B1 A2 C3 ക്ലിയർലി നമുക്ക് എഴുതാണെങ്കിൽ A1 B1 C1 A2 B2 C2 A3 B3 C3 ഇതായിരിക്കും നമ്മുടെ മെട്രിക്സിൻ്റെ ഫോം. നമുക്ക് ഫസ്റ്റ് 2 കോളംസ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യുമ്പോൾ A1 B1 A2 B2 A3 B3 ഇങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ ഇത് ഒരു ഗ്രൂപ്പാക്കി, ഇത് ഒരു ഗ്രൂപ്പാക്കി, B1 A2 C3 എന്നുള്ളത് ഒരു ഗ്രൂപ്പാക്കി. അതേപോലെ തന്നെ ഇവിടെ നിന്നും ചെയ്യാം. ഡയഗണലി A1 B2 C3 ഒരു ഗ്രൂപ്പ്, B1 C2 A3 ഒരു ഗ്രൂപ്പ്, C1 A2 B3 ഒരു ഗ്രൂപ്പ്. A2 B2 രണ്ട് ഗ്രൂപ്പിൽ വരില്ല. അങ്ങനത്തെ രീതിക്ക് നമ്മൾ എഴുതണം. വിച്ച് മീൻസ് നമ്മളിങ്ങനെ ഡൗൺ റൈറ്റ് വേർഡും ഡൗൺ ലെഫ്റ്റ് വേർഡ് മൾട്ടിപ്ലിക്കേഷൻസും ചെയ്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും അഡീഷൻസ് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ 3 ഡയഗണൽസ് ആണ് നമുക്ക് ഉണ്ടാവുക ഓരോ സൈഡിലും, ഗോയിങ് ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ്. പിന്നെ അനദർ സെറ്റ് ഓഫ് 3 ഡയഗണൽസ് ടോപ്പ് റൈറ്റ് ടു ബോട്ടം ലെഫ്റ്റിലേക്ക്. അങ്ങനെ 2 ടൈപ്പിൽ ടോട്ടൽ 6 ഡയഗണൽസ് ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഓരോ ഡയഗണലിലെ എലമെൻസും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അടുത്ത ഡയഗണലിൽ വരുന്ന എലമെൻസ് ആയിട്ട് ആഡ് ചെയ്യുക. അങ്ങനെയാണ് നമ്മളുടെ ഫോർമുല. വിച്ച് ഇസ് നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഡയഗണൽ എടുക്കാം. എന്താ? A1 B2 C3 അത് 3 മൾട്ടിപ്ലൈ ചെയ്യുക. A1 B2 C3 പ്ലസ് അടുത്തത് ഇതാ B1 C2 A3 B1 C2 A3 പ്ലസ് അടുത്തത് C1 A2 B3 C1 A2 B3. ഈ 3 സെറ്റ് ഓഫ് ഡയഗണൽസ് ഒരു ഗ്രൂപ്പ് മൈനസ് അടുത്ത സെറ്റ് വരുമ്പോൾ എങ്ങനെ വരാം? A3 B2 C1 പ്ലസ് B3 C2 A1 പ്ലസ് C3 A2 B1. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. One 4 8 1 9 27 1 16 64. ഫസ്റ്റ് 2 കോളംസ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഒന്നുകൂടി എഴുതാം. 1 4 1 9 1 16. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ടേം ബൈ ടേംസ് ആയിട്ട് നമുക്ക് എഴുതാം. വിച്ച് ഇസ് A1 B2 C3 ഫസ്റ്റ് ഡയഗണൽ എടുക്കാം. ഫസ്റ്റ് ഡയഗണലിൽ നമുക്ക് ഇതാ കിട്ടുന്നത്. ദാറ്റ് ഈസ് 1 into 9 into 64 പ്ലസ് അടുത്തത് 4 into 27 into 1 പ്ലസ് 8 into 1 into 16 ഇതൊരു സെറ്റ്
minus of 1, 9, 8 plus 16, 27, 1 plus 64, 1, 4. So 1, 9, 27, 1, 9, 64 എന്ന് പറയുന്നത് 576 plus 27 into 4, 108 plus 16 into 8, 128 minus 9872 plus 27 into 16, 432 plus 64 into 4, 256, which is equal to 812 minus 760. Hence, determinant of A എന്ന് പറയുന്നത് equal to 52. Option E. The 14th question, if A equal to matrix 5A minus B 3 2 and A into adjoint of A equal to A transpose, then which of the following statement is true? Okay, so നമുക്ക് എയുടെ വാല്യൂ എന്താ തന്നേക്കണം? A equal to 5A minus B 3 2 ആണ് A എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ വാല്യൂ. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ, അഡ്ജോയിൻ്റ് ഓഫ് എ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അഡ്ജോയിൻ്റ് ഓഫ് എ, ഫസ്റ്റ് രണ്ട് ഡയഗണൽ എലിമെൻറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്യുക. സോ വാട്ട് വി ഗെറ്റ് ഇസ് 5എയുടെ സ്ഥാനത്ത് 2 വരും, 2യുടെ സ്ഥലത്ത് 5a വരും. ഇത് രണ്ടും സൈൻ മാറ്റി കൊടുക്കുക. മൈനസ് ബി എന്നുള്ളത് ബി ആവും, 3 എന്നുള്ളത് -3 ആവും. ഇങ്ങനെയാണ് നമ്മൾ 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ആണ്. ഇനി എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്താ? റോസ് എല്ലാം കോളാവും, കോളംസ് എല്ലാം റോസ് ആവും. സോ 5a 3 മൈനസ് ബി 2, ഇതാണ് നമ്മുടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി എ ഇൻറ്റു അഡ്ജോയിൻ എ എന്ന് പറയുന്നത് എ ഏതാ? 5a മൈനസ് ബി 3 2 ഇൻറ്റു അഡ്ജോയിൻ്റ് എ 2 മൈനസ് 3 ബി 5a. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10a പ്ലസ് 3b 0 0 10a പ്ലസ് 3b. ഇതിൻ്റെ രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സോ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 5a മൈനസ് ബി 3 2 ഇൻറ്റു 5a മൈനസ് ബി 3 2. ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 25a സ്ക്വയർ പ്ലസ് b square minus b into minus b, then 5a into 3a 15a minus b into 2 minus 2b, 5 into 3 15a minus 2b 30. a into a ട്രാൻസ്പോസിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കിട്ടാം. സിൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താ? എ ഇൻറ്റു അഡ്ജോയിൻറ്റ് എ ഈക്വൽ ടു എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് എഴുതാം? വി ക്യാൻ റൈറ്റ് ഇറ്റ് as 15a മൈനസ് 2bയുടെ വാല്യൂ ഇതിൽ ഈക്വൽ ആയതുകൊണ്ട് 0 ആണെന്നറിയാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ 10a പ്ലസ് 3b ഈക്വൽ ടു 13, ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? a ഈക്വൽ ടു 2/5 എന്നും കിട്ടും, b ഈക്വൽ ടു 3 എന്നും കിട്ടും. ദെർഫോർ എയുടെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? a 5 ഇൻറ്റു a 5 ഇൻറ്റു 2/5 വിച്ച് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2/5, പിന്നെ മൈനസ് ബി എന്നുള്ളത് -3
ഇവിടെ 3 2 5ന് 2/4 5 ക്യാൻസലായി 2 -3 3 2 ഇതാണ് നമുക്ക് എയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ തന്നേക്കണ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? 5a - b = -5 അല്ല, 5a + b = 10. അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഇല്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് എയുടെ വാല്യൂ എന്തായിരിക്കും എന്നാണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 = 4 -3 × 3 എന്ന് പറയുന്നത് 9 = 4 + 9 = 13 ആണ്, which is greater than or equal to 0. Therefore, determinant of A greater than or equal to 0. Our option is E. 15th question. Suppose A equal to matrix A1 B1 C1 A2 B2 C2 A3 B3 C3 is an adjoint of the matrix 1 3 3 1 4 3 1 3 4. The value of A1 plus B2 plus C3 divided by B1 A2 is. So A എന്ന് പറയുന്നത് എന്താ തന്നിട്ടുണ്ട്? A1 B1 C1 A2 B2 C2 A3 B3 C3. അതെന്ന് പറയുന്നത് ഈക്വൽ ടു അഡ്ജോയിൻ്റ് ഓഫ് ദ മെട്രിക്സ് 1 3 3 1 4 3 1 3 4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു 7 -3 -3 -1 1 0 -1 0 1. സോ ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് ദിസ് മെട്രിക്സ്. Therefore, A1 plus B2 plus C3 divided by B1 A2 equal to A1ൻ്റെ വാല്യൂ 7 ആണ്, പ്ലസ് B2യുടെ വാല്യൂ 1 ആണ്, പ്ലസ് C3യുടെ വാല്യൂ 1 ആണ്, ഡിവൈഡഡ് ബൈ B1ൻ്റെ വാല്യൂ -3 ഇൻറ്റു A2യുടെ വാല്യൂ -1. 7 + 2 9 divided by 3, which is equal to 3 ആണ് ആൻസർ. So our option is B.